ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള 3 സാൻഡ്വിച്ച് റെസിപ്പീസായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് 3 മുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. വിസ്ക് ഉപയോഗിച്ച് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂണോളം മയണൈസ് ചേർത്ത് കൊടുക്കാം. മയണൈസൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില ചോപ്പ് ചെയ്തതും പിന്നെ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അല്പം എരിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചേർത്തിട്ടുള്ളത്. ഈ സമയം തന്നെ നമുക്കിതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ബ്രെഡിലേക്ക് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ബ്രെഡിൻ്റെ 4 അരികും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ബ്രെഡിനെ 4 പോർഷനായി കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണിത്. ഇനി അടുത്ത സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതൊരു ഗാർലിക് ചീസ് ബ്രെഡാണ്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 4 വെളുത്തുള്ളിയാണ്. ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് ബൗളിലേക്ക് ചേർക്കാം. ഇനി അല്പം മല്ലിയില ചോപ്പ് ചെയ്തതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ തന്നെ ക്രഷ്ഡ് ചില്ലിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് സോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അൺസോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ ഉപ്പ് ചേർക്കാൻ മറക്കണ്ട കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് 1 സ്ലൈസ് ചീസ് വെച്ചിട്ട് മുകളിലേക്ക് അല്പം കുരുമുളക് പൊടിയും ക്രഷ്ഡ് ചില്ലിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മറ്റേ ബ്രെഡ് കൊണ്ട് മൂടിയതിന് ശേഷം ഇതിന് മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ഗാർലിക് ബട്ടർ മിക്സ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഈ മുകൾ വശത്തോടെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ടെടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും കേട്ടോ. ഫ്ലെയിം മീഡിയം ടു ലോ ആയി കീപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഗാർലിക് ബ്രെഡും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ സോസിൻ്റെ കൂടെ കഴിക്കാൻ വളരെയധികം ടേസ്റ്റിയാണ്, അല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ ഇത്. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു സാൻഡ്വിച്ച് കൂടെ തയ്യാറാക്കി എടുക്കാനുണ്ട്. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുവാണ് കേട്ടോ. ഒരു പാനിലേക്ക് അല്പം ബട്ടറോ നെയ്യോ എണ്ണയോ ഒഴിച്ചതിന് ശേഷം അടിച്ചു വെച്ചിട്ടുള്ള ഈ മുട്ട മിക്സ് പാനിലേക്ക് ഒഴിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഫ്ലെയിം മീഡിയം ടു ലോ ആയി തന്നെ കീപ്പ് ചെയ്താൽ മതി. ഞാനിനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡും ഒരു പാനിലിട്ട് ഒന്ന് മൊരിയിച്ച് മാറ്റി വയ്ക്കാം. എല്ലാം തന്നെ ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബ്രെഡിലേക്ക് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത ശേഷം ലെറ്റൂസ് ലീഫ് വെച്ച് കൊടുക്കാം. മുട്ടയും അതുപോലെ തന്നെ ഇതിന് മുകളിലായിട്ട് സോസ്, പിന്നെ ബ്രെഡ്, ഇതിന് മുകളിൽ അല്പം മയണൈസും ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും സോസ് വെച്ച ശേഷം ഒരു ബ്രെഡ് വെച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടും വെറൈറ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന 3 ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പീസാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.